ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. വേനൽ ചൂടേറുന്ന സമയത്ത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വാട്ടർ ടാങ്ക് നീക്കം ചെയ്ത് ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നതായി പൊതുജന ആരോപണം. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച തീണ്ടാപ്പാറ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായാണ് 5000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്ക് പ്രദേശത്ത് സ്ഥാപിച്ചത്. ഞങ്ങൾ ഗ്രാമസഭയിലൊക്കെ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഈ ഒരു ടാങ്ക് കൊടുന്ന് ഇറക്കിയൊരു അതിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡൊക്കെ തരാമെന്ന് പറഞ്ഞാണ്. അതിനുശേഷം ഒരു ഫണ്ട് വെക്കുകയോ ഒന്നും അവർ ചെയ്യുന്നില്ല പഞ്ചായത്തിൽ നിന്ന്. അപ്പോൾ ഇത് ആരോട് ചോദിക്കാതെ കണ്ട് ഇവർ ഈ ടാങ്ക് ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇത്തിരി ധൈര്യം വേണ്ട ഇവർക്ക്, അത് ഞങ്ങൾക്ക് അറിയണം. പിന്നെ അതുപോലെ തന്നെ ലൈനിൽ പൈപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ കോറ അവിടെ ഞങ്ങളുടെ മുകളിലേക്ക് ഞങ്ങളുടെ എസി കോളനികളിലൊന്നും ഈ പൈപ്പ് എത്തിയിട്ടില്ല, അവിടേക്ക് കീറിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളം തരില്ല എന്നൊരു ഉദ്ദേശത്തിലാണല്ലോ അവർ ഇതൊക്കെ ചെയ്യുന്നത്. ഇതിന് മുൻകൈ എടുക്കേണ്ടത് ഈ വാർഡിലെ മെമ്പറും പ്രസിഡന്റും കൂടിയാണ്. അവർ തന്നെ ഇതൊന്നും ചെയ്യാതിരുന്ന ഇന്നലെ ഞങ്ങൾ പ്രസിഡന്റിനെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ പറഞ്ഞിട്ടാണോ ടാങ്ക്? ഞങ്ങൾ അറിയില്ല പറഞ്ഞു. അവരറിയാതെ ഈ സാധനം ഒന്നും പോകില്ലല്ലോ. തുടർന്ന് വന്ന കോൺഗ്രസ് ഭരണസമിതി പദ്ധതി പൂർത്തീകരണത്തിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തിയില്ല. പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവച്ച ടാങ്കിൽ പ്രദേശത്തെ ജലസംഭരണികളിൽ നിന്ന് വെള്ളമെത്തിച്ച 30ഓളം കുടുംബങ്ങളുടെ നിത്യവൃത്തിക്കായി ഉപയോഗിച്ച് വരികയായിരുന്നു. ഒന്നും പറയാനൊന്നല്ല, മാറുമ്പോഴുള്ള കാലത്ത് നല്ല കാര്യങ്ങൾ ഈ പാവങ്ങൾക്കായാലും നമുക്കായാലും ചെയ്യുന്നില്ല. അത് ഗതികെട്ട ഭരണാധികാരികൾ വന്ന് കള്ളന്മാരുടെ പോലെ കൊണ്ടുപോകുന്ന പോലെയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും തരില്ലാത്ത പോലെയാണ് കോൺഗ്രസിൻ്റെ ആൾക്കാരിക്കുന്നത്. അതിൽ BJPയും പങ്കുണ്ട്. അതാണ് തെറ്റ്. ശരിക്കും നോക്കുമ്പോൾ കോൺഗ്രസിനും രക്ഷപ്പെടാൻ കഴിയില്ല, BJPക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ചിട്ട് വോട്ട് ചെയ്തിട്ട് എങ്ങനെ ജയിച്ചു പോയെന്നുള്ളൂ കോൺഗ്രസും BJPയും. 2.5 വർഷം മേപ്പിട്ട് നോക്കിയിട്ട് പോയതാ, ഇത്ര കാലം പോയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച രാത്രി പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞ ചില ആളുകൾ എത്തി വാഹനത്തിൽ ടാങ്ക് കടത്തിക്കൊണ്ടുപോയത്. സംഭവത്തിൽ പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ 4 വർഷക്കാലമായി ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ളത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പത്മജ ടീച്ചറാണ്. അപ്പോൾ ആ തുടക്കകാലത്ത് ഇവിടുത്തെ ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി ഒരു പദ്ധതി ആരംഭിക്കുന്നു എന്ന് പേര് പറഞ്ഞാണ് ഇങ്ങനെ ഒരു ടാങ്ക് ഇവിടെ കൊണ്ട് സ്ഥാപിച്ചത്. വേനൽക്കാലത്ത് വലിയ പ്രയാസമാണ് ഇവിടുത്തെ ആളുകൾക്ക് വെള്ളം കിട്ടാൻ കിലോമീറ്ററുകളോളം പോയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ ടാങ്കിൽ വെള്ളം നിറച്ച് അത് പിന്നീട് കോരിയെടുത്താണ് വീടുകളിൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ മാർച്ച് ഫെബ്രുവരി മാസം കഴിഞ്ഞു, അതിരൂക്ഷമായ വേനൽ വരാൻ പോവാണ്. ഇപ്പോൾ തന്നെ ഇവിടുത്തെ കുടിവെള്ള സംഭരണികളെല്ലാം വറ്റി തുടങ്ങി. ഈ സംഭരണിയിൽ നിറച്ച വെള്ളം വേണമായിരുന്നു ഇവർക്ക് ഉപയോഗിക്കാൻ. ഇവിടുത്തെ ആളുകളുടെ ആകെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു നടപടിയാണ് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പത്മജയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. 28ഓളം കുടുംബമാണ് ഈ സംഭരണി ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിന് കണ്ടെത്താൻ വേണ്ടി കണ്ടെത്തിയിരുന്നത്. ഇവർക്ക് ആകെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും നേരിടുന്ന വിഷയമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 28 കുടുംബങ്ങളിൽ ഭൂരിഭാഗവും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തീരെ ദുർബലരായ മനുഷ്യരാണുള്ളത്. അവർക്ക് സ്വന്തമായി ഒരു ടാങ്ക് കെട്ടാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുടിവെള്ള സ്രോതസ്സുകൾ ഉണ്ടാക്കാനോ ഉള്ള സാമ്പത്തിക ശേഷി ഉള്ളവരല്ല. അത്തരത്തിലുള്ള ആളുകളെ ദ്രോഹിക്കുക എന്ന നടപടിയാണ് സ്വീകരിച്ചിട്ട് കള്ളന്മാരെ പോലെ രാത്രി വന്നാണ് ടാങ്ക് ഇവിടെ നിർത്തിട്ട് പോയിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ കൂടി അറിവോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വലിയ പ്രതിഷേധം CPIM ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തും. ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ടാങ്ക് തിരിച്ചിവിടെ സ്ഥാപിക്കണം. ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണോ ആ ടാങ്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ആ പദ്ധതി പൂർത്തീകരിക്കും വേണം. കുടിവെള്ളം ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും അവകാശമാണ്. ആ അവകാശം ലഭിക്കുന്നത് വരെയുള്ള പോരാട്ടത്തിന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ടാവും എന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുകയാണ്. കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കാതെ ജനങ്ങളെ ദ്രോഹിച്ച ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ ടാങ്ക് മോഷ്ടിച്ച് ജനങ്ങൾക്ക് ഇരുട്ടടി നൽകുകയാണെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ ടാങ്ക് ഉള്ള കാരണമാണ് ഞങ്ങൾ വെള്ളം അതിൽ നിറച്ചിട്ടാണ് മുക്കിയെടുക്കാറുള്ളത്. ആ ടാങ്ക് ഇങ്ങനെ എടുത്തിട്ട് പോയിരിക്കും ആരും കാണാണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വാട്ടർ ടാങ്ക് തൽസ്ഥാനത്ത് കൊണ്ടുവയ്ക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗവും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ KP ഉമാശങ്കർ
CPM തിരുവില്ലാമല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S. ദിലീപ് എന്നിവർ പറഞ്ഞു. തിരുവില്ലാമല പഞ്ചായത്തിലെ 8ാം വാർഡിൽ തീണ്ടാമ്പാറ പ്രദേശത്തുള്ള പൊതുജനങ്ങളാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. വലിയൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒത്തുചേർന്നിരിക്കുന്നത്. കാരണം ഈ പ്രദേശത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമായൊരു പ്രദേശമാണ്. ഇവിടെ 3 വർഷത്തിന് മുമ്പ് ഒരു കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി 5000 ലിറ്റർ സംഭരണ ശേഷിയുള്ള വലിയൊരു ടാങ്ക് ഇവിടെ സ്ഥാപിച്ചിരുന്നു. പദ്ധതിയുടെ പൂർത്തീകരണം നടന്നിട്ടില്ലെങ്കിലും ആ ടാങ്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രദേശത്തെ 30ഓളം വരുന്ന കുടുംബങ്ങൾ കുടിവെള്ള ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. എന്നാൽ ഈ പ്രദേശത്തുകാർക്ക് ഈ കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടി പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പണമടക്കാതിരിക്കുക എന്നത് മാത്രമല്ല, ഈ 3 വർഷത്തിലപ്പുറമായി ഇരിക്കുന്ന 5000 ലിറ്റർ ടാങ്ക് ഇന്നലെ രാത്രി ചില ആളുകളെ ഉപയോഗിച്ച് ഇവിടെ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ്. കാരണം ഒരു കാരണവശാലും ഇവിടെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ അവർ തയ്യാറല്ല. രാഷ്ട്രീയമായുള്ള ഒരു വൈരം തീർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഈ വാർഡിൻ്റെ മെമ്പറും ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായ ഒറ്റ ദേഷ്യം കൊണ്ട് തന്നെ ഈ പ്രദേശത്തുകാർ കുടിവെള്ളം കുടിക്കരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച പദ്ധതി പോലും മുടക്കുകയും ആ പദ്ധതിയുടെ ഭാഗമായി ആദ്യമായി സ്ഥാപിച്ച 5000 ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്ക് പോലും ഇവിടെ നിന്നും എടുത്തു കൊണ്ടുപോകുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി പ്രദേശത്തെ ജനങ്ങളാകെ പ്രക്ഷുബ്ധരാണ്. ആ ടാങ്ക് അടിയന്തരമായി എവിടെ നിന്നാണോ എടുത്തത് അവിടെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത പക്ഷം ഈ പ്രദേശത്തെ ജനങ്ങളാകെ പഞ്ചായത്തിനെതിരായി കൊണ്ടുള്ള അതിശക്തമായ പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ടി വരും എന്ന് സൂചിപ്പിക്കുകയാണ്. CCV ന്യൂസ് തിരുവില്ലാമല.